മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ സങ്കീർത്തനം 33:18, The book of Psalms, chapter 33, verse 18. ഇതാ തന്നെ ഭയപ്പെടുന്നവരെയും തന്റെ കാരുണ്യത്തിൽ പ്രത്യാശ വയ്ക്കുന്നവരെയും കർത്താവ് കടാക്ഷിക്കുന്നു. ദൈവം ദയാപൂർണനാണ്. തെറ്റ് ചെയ്തത് സമ്മതിക്കുന്നവരുടെ ദൈവം ദയുള്ളവനായിരിക്കും. അവരുടെ സകല കാര്യങ്ങളിലും ദൈവം ശ്രദ്ധ വയ്ക്കും. തക്ക സമയം അവർക്ക് സഹായങ്ങൾ എത്തിച്ചു കൊടുക്കുകയും ചെയ്യും. നമ്മെ ദയോടെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നുവെന്ന വിശ്വാസം നമുക്കുണ്ടായിരിക്കണം. അതാണ് സങ്കീർത്തകന്റെ വിശ്വാസം. സഹോദരനെ വഞ്ചിച്ച ശേഷം പദ്ദൻആരാമിലേക്ക് ഓടിപ്പോയ യാക്കോബിന് ദൈവം ബഥേലിൽ വെച്ച് ശിക്ഷണങ്ങളും സംരക്ഷണവും കൊടുത്തു. ദൈവയോടെ യാക്കോബിനെ പരിപാലിച്ചു. അതുപോലെ തെറ്റുകൾക്ക് തക്ക ശിക്ഷകൾ കൊടുത്തതല്ലാതെ ദൈവം ദാവീദിനെ എന്നേക്കുമായി ഉപേക്ഷിക്കുകയല്ല ചെയ്തു. ദൈവയുടെ ദാവീദിനോട് ഇടപെട്ട് രൂപപ്പെടുത്തി ദൈവഹൃദയത്തിന് ചേർന്ന മനുഷ്യനാക്കി തീർത്തു. ഭക്തിരസപ്രധാനങ്ങളായ നിരവധി ഗാനങ്ങൾ രചിച്ച വില്യം കൂപ്പർ സ്വന്തം ജീവിതാനുഭവങ്ങളെപ്പറ്റി പറയുമ്പോൾ ഇപ്രകാരം ഒരു സംഭവം വിവരിക്കുന്നുണ്ട്. പലവിധ പ്രശ്നങ്ങളാൽ വീർപ്പുമുട്ടിയ കൂപ്പർ ആത്മഹത്യ ചെയ്യുവാൻ നിശ്ചയിച്ചു. ലണ്ടൻ പാലത്തിൽ നിന്ന് ചാടി തേംസ് നദിയിൽ ജീവിതം അവസാനിപ്പിക്കണമെന്ന് തീരുമാനിച്ചു. മൂടൽമഞ്ഞുണ്ടായിരുന്ന ആ രാത്രിയിൽ ഒരു കുതിരവണ്ടി വാടകയ്ക്കെടുത്ത് അങ്ങോട്ട് യാത്രയായി. പല മണിക്കൂറുകൾ ഓടിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ല. മൂടൽമഞ്ഞിൽപ്പെട്ട വണ്ടിക്കാരൻ വഴി നിശ്ചയമില്ലാതായി. അവസാനം കൂപ്പർ വണ്ടി നിർത്തുവാൻ നിർദ്ദേശിച്ചു. ക്ഷുഭിതനായ കൂപ്പർ വണ്ടിയിൽ നിന്നിറങ്ങിയപ്പോൾ സ്വന്തം വീടിന്റെ വാതിൽക്കൽ തന്നെയാണ് വന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കി. അപ്പോഴേക്ക് ആത്മഹത്യ ചെയ്യാനുള്ള ആഗ്രഹം ഇല്ലാതായിരുന്നു. ആ രാത്രി ദൈവിക കാവലിനെ പറ്റി ഒരു ഗാനം എഴുതി. അദ്ദേഹത്തിന്റെ പിൽക്കാല ജീവിതം ആത്മീയ വളർച്ചയുടെ കാലമായിരുന്നു. ദൈവം നമ്മെ കാണുമെന്ന ബോധ്യമുണ്ടെങ്കിൽ തക്ക സമയം താൻ കടന്നുവന്ന് സഹായിക്കും എന്ന കാര്യം നമ്മൾ മറക്കരുത്. എന്റെ കൂടെ കർത്താവുണ്ട്, കർത്താവ് എന്നെ പരിപാലിക്കുന്നുണ്ട് എന്ന ബോധ്യം നമ്മുടെ ഹൃദയങ്ങളിൽ ആഴപ്പെടുക ആവശ്യമാണ്. അപ്പോൾ ദൈവം അതിന്റെ സാന്നിധ്യത്താൽ നമ്മെ പരീക്ഷിക്കും എന്നുള്ളതിന് സംശയമില്ല. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കും, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.